ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ കിഴങ്ങറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കിഴങ്ങ് മസാലക്കറിയാണ്. വളരെ ടേസ്റ്റിയാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. ഇവിടെ നമ്മൾ തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെയാണ് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ടൊരു 3 ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഈ കറി വെക്കാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വഴന്ന് കിട്ടണം. വഴന്ന് കിട്ടുന്ന സമയത്ത് ഒരു 6 അല്ലി ചെറിയ ഉള്ളി കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുമ്പോഴാണ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ചെറിയ ഉള്ളിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സവാളയാണ്. സവാളയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ആ കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടി വരണം, പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് വരണം. ആ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം. അതുവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കാനുള്ളത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. നമ്മളിത് വറുത്തൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, തേങ്ങയൊന്നും വറുക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഈ അരപ്പ് ആ എണ്ണയിലൊന്ന് മൂത്ത് കിട്ടണം. മൂത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഈ അരപ്പിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം വേകാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നെകക്കെ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ഒരുപാട് വെള്ളം ആകാനും പാടില്ല. കിഴങ്ങ് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ നെകക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വെന്ത് വരട്ടെ. അപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കിഴങ്ങൊക്കെ നോക്കിയപ്പോഴേക്കും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ സദ്യയിൽ കിട്ടുന്ന അതേ കിഴങ്ങറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് മസ്റ്റായിട്ട് ശർക്കരപ്പൊടി കൂടി ചേർത്തു. ശർക്കരപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്താൽ മതി. അതിനുശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നും കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ മൂടി വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുത്തു കേട്ടോ. ഇനി അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത്
ഞാൻ 1 കപ്പ് തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ പാൽ ചേർത്ത് കൊടുക്കാം. പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ കണ്ടാലറിയാമല്ലോ, നല്ല അടിപൊളി കിഴങ്ങ് കറിയാണ് കിട്ടിയിരിക്കുന്നത്, കിഴങ്ങ് മസാല. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ടൊരു ചെറിയ തിള വരുന്നവരെ നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റുള്ള കിഴങ്ങ് മസാലക്കറിയാണ്. നമ്മൾ സദ്യയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള മസാലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് പിടിച്ച്. ഓക്കെ, താങ്ക് യു.